നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ റോഡ് ഷോ കോൺഗ്രസ്സുകാരെല്ലാം കണ്ടല്ലോ അല്ലേ? ജനപിന്തുണ മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആരും പിണറായിയെ കാണാൻ വന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ളവർ വരെ ആ പ്രദേശത്തൊന്നും വന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ദൃശ്യം കാണുമ്പോൾ അതിൽ ആൾക്കാർ നിൽക്കുന്നതായിട്ട് തോന്നും. അതിന് AI ആയിരിക്കുമെന്നായിരിക്കും ഇനി സതീശനും ടീംസും പറയാൻ പോകുന്നത്. എന്തായാലും ഈ ദൃശ്യത്തോടു കൂടി ഒരു കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം ജന്മനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോൾ കിട്ടിയ ഈ അവിസ്മരണീയമായിട്ടുള്ള ആ സ്വീകരണം ഉണ്ടല്ലോ, ഒരൊറ്റ കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള സ്വീകരണമാണ്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ, അദ്ദേഹം പ്രായാധിക്യത്തിന്റെ പ്രശ്നം കൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ തുറന്ന വാഹനത്തിലൊക്കെ ഒരുപാട് നേരം നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വാഹനത്തിൽ ഇരുന്നാണ് അദ്ദേഹം കണ്ണൂർ എയർപോർട്ട് മുതൽ ധർമ്മടം വരെ സഞ്ചരിച്ചത്. ആ റോഡ് ഷോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര റോഡ് ഷോ ആണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കേരളത്തിൽ 3ാം വട്ടവും അധികാരത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം ജന്മനാട് നൽകിയ സ്വീകരണം, ഏറ്റവും ആദ്യമായിട്ട് ഒരു വ്യക്തിക്ക് വലിയ പിന്തുണ കൊടുക്കേണ്ടതും അദ്ദേഹത്തിന്റെ സ്വന്തം ജന്മനാട്ടിലാണ്. കാര്യം അവിടെ നിന്നാണല്ലോ വളർന്നു പോയത്. അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ കൈവിടുന്ന സന്ദർഭത്തിലാണ് ആ വ്യക്തിയുടെ ജനപിന്തുണ ഇടിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ദൃശ്യം സംസാരിക്കും. ഇപ്പോഴത്തെ അടിക്കും പിടിക്കും ഇടയിൽ ഇതൊക്കെ എടുത്ത് നോക്കുകകൂടി ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരുടെ കിളി പറക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കണ്ടല്ലോ, കണ്ണൂർ എയർപോർട്ടിലെ സ്വീകരണം തൊട്ട് അദ്ദേഹം ധർമ്മടം എത്തുന്നത് വരെ ആൾക്കാർ വരിവരിയായി നിൽക്കുകയാണ്. പെർഫെക്റ്റ് ഓക്കെയാണ്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ണൂരിലേക്ക് എത്തുമ്പോൾ ചില ഒറ്റുകാരോ അല്ലെങ്കിൽ ചില കുലംകുത്തികളോ ചില കാലുവാരികളോ ഇതിൽ നിന്ന് അസംതൃപ്തി കൊണ്ട് പുറത്തേക്ക് ചാടി കുറച്ച് ആൾക്കൂട്ടം ഉണ്ടാക്കി കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് തിളച്ചു മറിയുമ്പോൾ അതല്ല റിയാലിറ്റി. ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വ്യാജ പ്രചരണമോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ അധികാരമോഹികളായിട്ടുള്ള വ്യക്തികളെ ചാടിച്ചു കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ അവരെ വെച്ചിട്ട് വാർത്താ കച്ചവടം നടത്തിയാലോ കുപ്രചരണം നടത്തിയാലോ നേരിയ ഒരു അംശത്തിനെ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് വ്യക്തികളെ നേരിട്ട് അറിയാവുന്നവർക്ക് എന്താണ് പിണറായി വിജയൻ എന്ന് കൃത്യമായിട്ട് അറിയാം എന്നത് ധർമ്മടം തുറന്നു കാട്ടുന്നുണ്ട്. സ്വന്തം മണ്ഡലത്തിലുള്ളവർ സ്വീകരിക്കുക എന്നുള്ളതാണല്ലോ പ്രാഥമികമായിട്ടുള്ള കാര്യം. ഏറ്റവും കൂടുതൽ അസംതൃപ്തി ഉണ്ടാകേണ്ടവർ ആരെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടുന്ന വോട്ടർമാരാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പിണറായി ആ ഘട്ടവും പിന്നിട്ടിരിക്കുന്നു എന്ന് ഇന്നത്തെ റോഡ് ഷോ തെളിയിക്കുകയാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയായി, പ്രചരണ രംഗത്തിന്റെ റോഡ് ഷോ ആയി, ഇനി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി അവശേഷിക്കുകയാണ്. അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരും. അപ്പോഴും എന്താണ് മറു സൈഡിന്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ, ഒരു തട്ടിക്കൂട്ട് പട്ടിക പുറത്തേക്ക് വിട്ടതിന് ശേഷം ബാക്കി അവിടെ കോടാലിയുമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. എൻ്റെ സീറ്റ് ഇതാ, എൻ്റെ സീറ്റ് ഇതാ എന്നുള്ള നിലയ്ക്ക്. ആ നിലയ്ക്ക് ഇപ്പോഴത്തെ ഈ കാഴ്ച ഇടതുപക്ഷത്തിന് നൽകുന്നത് മികച്ച ആത്മവിശ്വാസമാണ്.